കൂടെ ഇതിലേക്ക് എന്തായിരിക്കും താകാനോ അടി വാങ്ങാൻ അടി വാങ്ങിട്ട് ഇതിനകത്ത് വെച്ചിട്ട് നമ്മുടെ കറങ്ങാൻ പോയി കറങ്ങാനും പോകുന്നു. ഓണത്തിന് എന്നാ വാങ്ങി തരേണ്ട അഭ്യൂന്? നമ്മള് ഓണ ഷോപ്പിങ്ങിന് പോന്നാ. അപ്പോൾ നമ്മുടെ ഓണം അടുക്കാറായിട്ടുണ്ട്. അപ്പോൾ ഓണം, വിഷു അതേപോലെയുള്ള കുറേ ഉത്സവങ്ങൾക്ക് മുന്നോടിയായിട്ട് മലയാളികളുടെ കുറേ ചടങ്ങുകളുണ്ട്. അതായത് നമ്മുടെ ഓണം കിറ്റ് വാങ്ങിക്കുക, അല്ലെങ്കിൽ വിഷു കിറ്റ്, ഓണ കിറ്റാണെന്ന് തോന്നുന്നത്. അപ്പോൾ മാവേലി സ്റ്റോർ, റേഷൻ പീടിക അങ്ങനത്തെ സ്ഥലത്തൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. പണ്ടൊക്കെ മാവേലി സ്റ്റോറിൽ ഓണത്തിനൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. ഇപ്പോൾ എന്ന് വെച്ചാൽ ഒരുപാട് സാധനങ്ങൾ നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ മാവേലി സ്റ്റോറിൽ അരി വന്നിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങിക്കാൻ വന്നതാണ്. അരി, പഞ്ചസാര, മുളക് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ മാവേലിയിൽ നിന്ന് വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടി വെച്ചാണുള്ളത്. ഓണം ഷോപ്പിംഗ് തുടങ്ങിക്കഴിഞ്ഞു. വലിയ രീതിയിലൊന്നുമില്ല. നമ്മുടെ അത്യാവശ്യം നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ, സദ്യ ഒരുക്കണം, അതേപോലെ നമ്മൾ ഓണക്കോടിയൊക്കെ എടുക്കണം. അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. ഇപ്പോൾ വൈകുന്നേരം സമയമായിട്ടുണ്ട്, സന്ധ്യ ആയിട്ടുണ്ട്. ഞാൻ ഓഫീസ് കഴിഞ്ഞിട്ട് വന്നതാണ്. ഇപ്പോൾ 6 മണിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടൗണിലേക്ക് പോകുന്ന വഴിക്കാണ്. അപ്പോൾ മാവേലി കയറിയിട്ട് നമുക്ക് അരി സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വെച്ചു. അപ്പോൾ ഇപ്പോൾ തിരക്ക് കുറച്ച് കുറവാണ്. സാധാരണ രാവിലെ മുതലൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഏട്ടൻ അരി വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അവിടെയാണ് മാവേലി സ്റ്റോർ. ഇവിടെയൊക്കെ ഒരുപാട് കാട് വളർന്നിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അവിടെ കുറച്ച് പേരേ ഉള്ളൂ. ഇപ്പോൾ തിരക്കൊന്നുമില്ല. സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് പോവാം. നമ്മുടെ വീടിനടുത്തുള്ള ഒരു കുഞ്ഞി ടൗണാണ്. സൺസെറ്റ് സമയമായതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട്. ആകാശമൊക്കെ കാർമേഘമൊക്കെ മൂടിയിട്ട് കുറച്ച് മുന്നേ നല്ല മഴയായിരുന്നു. നല്ലൊരു വൈബാണ്. അപ്പോൾ നമുക്ക് അച്ഛൻ്റെ ഒരു ഷർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിവിടെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു സ്റ്റിച്ചിങ് ഷോപ്പ് ഉണ്ട്. നിങ്ങൾ പോയി നോക്കൂ. സുജിയുണ്ട് കോയില്ലേ, കുഞ്ഞു കോയി. ഈ കോയി അങ്ങനെ അവിടെ മുട്ടയല്ല, മുട്ട തിന്നറില്ല. ഡോക്ടർ പറഞ്ഞില്ല. നാടൻ ഞാനും വേണം. അയ്യോ അമ്മേനൊക്കെ ഓണത്തിന് ചെറിയൊരു ഫോട്ടോഷൂട്ട് ചെയ്യാനായിട്ട് ഞങ്ങൾ സെയിം മെറ്റീരിയൽസ് 3 പേർക്കും കൂടി എടുത്തു. രാത്രി ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഷോപ്പ് ക്ലോസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. കുഞ്ഞിപ്പഴ വേണ്ടേ നിനക്ക്? വേറെ എന്നാ വേണോ? ഫ്രൂട്ട്സ്? പൈനാപ്പിൾ വേണോ? പൈനാപ്പിൾ വേണോ നിനക്ക്? വേണോ? പച്ചക്കറി എന്നാ വേണ്ടേ? ഏത് പച്ചക്കറിയാ വേണ്ടേ? അവിന് ഏതാ പച്ചക്കറി ഇഷ്ടോ? വീട് പോപ്പാ. അങ്ങനെ ഉത്രാട ദിവസമാണ്. ഞങ്ങൾ ഫോട്ടോഷൂട്ടിന് വേണ്ടി പോവാണ്.
അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞ ശേഷം ഞങ്ങൾ അടുത്തുള്ള ഒരു ചായക്കടയിൽ നിന്ന് ചായ കുടിക്കാൻ കയറിയതാണ്. ഒരു 28-ാം ചട്ടപ്പാറത്ത് നമുക്ക് അറിയാമെന്ന് 22. ഷൂട്ടൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങൾ വീണ്ടും പോവാണ്. അപ്പോൾ ആർക്കും ഓണക്കോടി ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കണം. അങ്ങനെ ഞങ്ങൾ വരുമ്പോൾ തന്നെ കുറച്ച് ലേറ്റായിരുന്നു. പിറ്റേന്ന് രാവിലെ തിരുവോണ ദിവസമാണ്, പൂക്കളൊക്കെ ഇടാൻ്റെ തയ്യാറെടുപ്പിലാണ്. എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പൊ നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? എന്നിട്ട് നമ്മള് ആളെ കൂവിനെ തമ്മണ്ടി ആക്കിയിട്ട് തിന്നു. ഓക്കെ. മമ്മി ഇത്തരി പൂവിക്കാൻ പോക്കായിട്ട് നമ്മുടെ ആദ്യത്തെ ലീറ്റു ബെഡോ ടാറ്റു ബെറ്റോ ഇട്ടിട്ട് ഇത് ബിരു അങ്ങനെ നമ്മൾ വേശാല അതിനെ അമ്മേൻ്റെ എടുക്കാം. കുറച്ച് മല്ലിക പൂവുണ്ട്, അതെടുക്കാൻ വേണ്ടി പോകലാന്ന്. അവിടെ ഒരു ചെറുങ്ങനെ കൃഷി ഉണ്ടായിരുന്നു, അപ്പോൾ അവിടെ നമ്മൾ പറിച്ചിട്ട് വരാം. ഓക്കെ. എടാ മമ്മി എടുത്തു, അച്ചാച്ചേതാ അതാടെ വേണിക്ക് അമ്മമ്മയോട് വേണിക്ക്. ഇങ്ങോട്ടൊക്കെ ഓക്കെ. അവിയോ ഇനി നമ്മളെങ്ങോട്ടാ പോന്നേ? എടാ ഓക്കെ, നമുക്ക് പോയിട്ട് വരാം. ഓണായിട്ട് നല്ല മഴയാണ് പുറത്ത് പെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണെന്ന് വെച്ചാൽ നല്ല മഴ തന്നെയാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത്.
ബെഡ് കൊണ്ടുപോക്കടാ എല്ലാ കൂട്ടം പറഞ്ഞു എല്ലാ കൂട്ടം പറഞ്ഞു agora vai pé ele já agora vai pé നീ ഇരിക്കടാ ഓ കറിയെല്ലാം എടുക്കട്ടെ അല്ലേ അവിടെ നിന്ന് സൂപ്പർ കറി വൈകുന്നേരമായപ്പോൾ ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോവാണ്. ഉള്ളിൽ മാത്രം പിടിച്ചാൽ ആകെ ചിക്കൻ മതിയോ പച്ചടി ചിക്കൻ കുറവാണ് അഞ്ചാമതൊക്കെ എണ്ണുള്ളൂ. പിറ്റേന്ന് രാവിലെ ആയപ്പോൾ ഞങ്ങൾ എല്ലാവരും നേരെ ഓടിപ്പോകുന്നത് നബിദിന ഘോഷയാത്ര കാണാനാണ്. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുകൂടിയാണ് ഘോഷയാത്ര പോകുന്നുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് അവർ ഒരുപാട് മിഠായിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. നമുക്കില്ലേ നമുക്ക് അണ്ടർഗ്രൗണ്ട് ഇല്ല. എടുത്തു വെക്കണേ ഫോട്ടോ എടുക്കണം. ഫുഡായി കൊടുക്കൽ മത്സരം നടത്താം നമുക്ക് എല്ലാവർക്കും. ഒരു പാട്ടെല്ലാം ഇട്ടല്ലോ. അതെ അതല്ല എന്തിനാ വെറുതെ എങ്ങനെ തിന്നു മൂന്നാളാ എങ്ങനെയാ എടുക്കുക മുട്ട? അമ്മ എടുക്കാം. ചൂട് മുട്ട